ഒരാൾക്ക് നന്നാവാനുള്ള വഴി, ഒരാൾക്ക് നേരായ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള വഴികളാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത്. അതിൽ ഒന്നാമത്തത് അദ്ദേഹം പറയുന്നത്, നീ നന്നാവുക, നീ നിന്നെ തന്നെ നന്നാക്കുക. എങ്ങനെ? അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് നീ നിന്നെ തന്നെ നന്നാക്കുക എന്ന് ആര് പറയുന്നു? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നു. അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമ്മളെ നന്നാക്കൂലേ? തീർച്ചയായും അള്ളാഹുവിനുള്ള ഇഷ്ടം നമ്മളെ നന്നാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം, ഈമാനിന്റെ മാധുര്യം ഒരാൾ എപ്പോഴാണ് അനുഭവിക്കുക? ഒന്നാമത്തെ വിഷയം, ഈ ദുനിയാവിലുള്ള എല്ലാറ്റിനേക്കാൾ, അവന്റെ ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, കുടുംബക്കാരേക്കാൾ, സുഹൃത്തുക്കളേക്കാൾ, കച്ചവടത്തേക്കാൾ, വീടിനേക്കാൾ, എല്ലാറ്റിനേക്കാളും അള്ളാഹുവും അവന്റെ റസൂലും എപ്പോഴാണോ അവന് പ്രിയപ്പെട്ടതാകുന്നത്, അപ്പോഴാണ് ഒരാൾ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇബ്നുൽ ഖയ്യിമിന്റെ ഉസ്താദായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞൊരു സംഗതിയുണ്ട്, മനുഷ്യന്റെ ഇഷ്ടം 4 തരമാണ്. 4 തരത്തിലുള്ള ഇഷ്ടം മനുഷ്യനുണ്ട്. അതിലൊന്നാമത്തെ ഇഷ്ടം ഏതാണ്? ഹുബ്ബു ഷിർക്കാണ്. ഷിർക്കിൽ അധിഷ്ഠിതമായ ഇഷ്ടമാണ്, ഷിർക്കിൽ അധിഷ്ഠിതമായ സ്നേഹമാണ്. ആ സ്നേഹം ഏതാണ്? സൂറത്തുൽ ബഖറയുടെ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം ഏതാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നു. അല്ലാഹു പറയാൻ, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വമിനൻ നാസ്, നിശ്ചയം മനുഷ്യരിൽ ചില ആളുകളുണ്ട്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ, അല്ലാഹുവിന് പുറമെ നിദ്ദുകളെ സ്വീകരിച്ച, പകരക്കാരെ സ്വീകരിച്ച ചില ആളുകൾ മനുഷ്യരിലുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ എപ്രകാരമാണോ ഇഷ്ടപ്പെടേണ്ടത് അപ്രകാരം ഈ ആളുകളെ, ഈ നിദ്ദുകളെ, ഈ പകരക്കാരെ അവർ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഹുബ്ബു ഷിർക്ക്. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മളൊക്കെ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് എന്ത്? പടച്ചോനെ, അവസാനം നിന്നിലേക്ക് മടങ്ങി വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്ത് ചൊല്ലിയിട്ട് നിന്നിലേക്ക് വരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. നമ്മളൊക്കെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വിഷയം. അത് ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത, അടിച്ചിട്ടാ പോലും പടിഞ്ഞാറോട്ട് വീഴാത്ത ആളുകൾ പോലും പറയും, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടില്ലേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പകരം വരെ ഏതോ ഒരു വലിയന്റെ പേര് പറഞ്ഞിട്ട് മരിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. ഹുബ്ബു ഷിർക്കിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ കേട്ടിട്ടില്ലേ? ഒരാള് ആശുപത്രിയിലെ ICU മരിക്കാൻ പോവാൻ, എന്താണ് അയാൾ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല. നമ്മളൊക്കെ ICUലായാലും അല്ലെങ്കിൽ മരണാസന്നമായി മരണശൈലിയിൽ കിടക്കുന്ന മനുഷ്യനെ നമ്മൾ എന്താണ് തലയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് റസൂലിന്റെയും സഹാബത്തിന്റെയും മാതൃകയാണ്. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയം പെട്ടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാവിന് ഏറ്റവും എളുപ്പമുള്ളൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ ചുണ്ട് ചലിപ്പിക്കാതെ നമുക്ക് പറയാൻ പറ്റുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചുണ്ട് ചലിക്കില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ, ഏറ്റവും എളുപ്പമുള്ള. എന്നാൽ മരണസമയത്ത് പറയാൻ ഇത്രമാത്രം പ്രയാസമുള്ള മറ്റൊരു ദിക്റില്ല. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ, എന്താണ്? വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്. എന്താണ് മമാത്തിന്റെയും മഹ്യയുടെയും ഫിത്ന? എന്താണ് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്ന? ജീവിതത്തിന്റെ ഫിത്ന നമുക്കറിയാം. മരണത്തിന്റെ ഫിത്ന എന്ന് പറയുന്നത് ആ സമയം അവനെ ദിക്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, തൗഹീദിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പൈശാചികമായ ഇടപെടലുകൾ ഉണ്ടാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അടുത്ത കാലത്ത് ശാസ്ത്രത്തിന്റെ ചില കണ്ടെത്തലുകൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതായത് ഒരു മനുഷ്യൻ മരിക്കാൻ പോകുന്ന സമയത്ത്, മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ തലച്ചോറിനെ കുറിച്ച് നടത്തപ്പെട്ട പഠനം, അത് അതിന്റെ ന്യൂറോൺസിനെ കുറിച്ചും ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചെല്ലാം നടത്തപ്പെട്ട പഠനം, ആ പഠനത്തിൽ പറയുന്നത് കാര്യങ്ങൾ കൂടുതലായി ഓർക്കുമ്പോൾ, മെമ്മറികൾ കൂടുതലായി ഓർക്കുമ്പോൾ സിനാപ്സുകൾ തമ്മിൽ കൈമാറുന്ന ഒരു ചെറിയ വിദ്യുപ്രവാഹമുണ്ട്. ആ വിദ്യുപ്രവാഹം മരണത്തോടടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ വളരെ അധികമാണെന്നാണ്. ഒരു ചെറിയ സമയം, ചെറിയൊരു ടൈം സ്പാനിൽ അയാളുടെ തലച്ചോറിൽ വല്ലാതെ ഇങ്ങോട്ട് വർദ്ധിക്കും. അതിന്റെ കാരണം എന്താണ്? പല ആളുകളും ആക്സിഡന്റ് സംഭവിച്ച് മരണത്തെ മുഖാമുഖം കണ്ട ആളുകൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ജീവിതം മുഴുവൻ ഒരു ഫ്ലാഷ് പോലെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ മിന്നി മറയും.
ഒരു ഫ്ലാഷ് പോലെ കുട്ടിക്കാലവും ബാല്യവും കൗമാരവും യൗവനവുമെല്ലാം ഒരു സെക്കൻഡിൽ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ മിന്നി മറയുന്നത് പോലെ ഒരു വല്ലാത്ത അനുഭവിച്ച ആളുകളുണ്ട്. ഇതൊക്കെ നടക്കും ആ സമയം. അതിന്റെ ഇടയിൽ മാത്രമല്ല, പുതിയ ലോകം കാണാൻ, ആരെയൊക്കെയോ കാണാൻ, മലക്കുൽ മൗത്തുണ്ട്, മലക്കുകളുണ്ട്, പ്രത്യേകമായ ശബ്ദങ്ങൾ, ഇതുവരെ കാണാത്ത കാഴ്ചകൾ, ഇതുവരെ കേൾക്കാത്ത കേൾവികൾ, അനുഭവങ്ങൾ. ഇതിന്റെ ഇടയിൽ ഒരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് വേണം. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അള്ളാഹു ചില ആളുകളെ ആ കലിമത്തിൽ ഈ ദുനിയാവിലും നാളെ പരലോകത്തും ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ഈ ഒരു ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് മരണശൈലിയിൽ കിടക്കുന്ന മനുഷ്യന്മാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അവരതൊന്ന് പറഞ്ഞു കിട്ടിയാൽ, ഹൃദയം കൊണ്ടത് പറയാൻ അവർക്ക് സാധിച്ചാൽ, അവർ പിന്നീട് പോകുന്നത് മോചനത്തിലേക്കാണ്, അവർ പിന്നീട് പോകുന്നത് മോക്ഷത്തിലേക്കാണ്. എന്നാൽ ഈ പറയുന്ന ആളുകൾ പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ട ആവശ്യമില്ല, സിഎം എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. അത് പച്ചക്ക് പറയുന്ന ആളുകളുണ്ട്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ നിദ്ദുകളെ, പകരക്കാരെ സ്നേഹിക്കുന്ന ചില ആളുകൾ മനുഷ്യരിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുമ്പോൾ അതിനെ ജീവിച്ചുകൊണ്ട് അതിന്റെ പ്രായോഗികത കാണിച്ചു തരുന്ന ആളുകൾ ഈ OBC സമുദായത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്. ഒന്നാമതായി ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ എണ്ണി പറഞ്ഞതും ഏറ്റവും അപകടകരമായ വിഷയവുമാണ് ഹുബ്ബു ശിർക്ക്, ശിർക്കിൽ അധിഷ്ഠിതമായ സ്നേഹം. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തീർന്നു, നമ്മുടെ ദുനിയാവും ആഖിറവും നശിച്ചു എന്നതാണ്. രണ്ടാമത്തേത് എന്താണ്? ഹുബ്ബുൽ ഹറാം. ഹറാമിൽ അധിഷ്ഠിതമായ സ്നേഹമാണ്. എന്താണ് ഹറാമിൽ അധിഷ്ഠിതമായ സ്നേഹം? നമുക്കറിയാം, അതിങ്ങനെ പുഷ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഈ അടുത്ത കാലത്തുള്ള പ്രശ്നം എന്താ അറിയോ? പണ്ടൊക്കെ നമ്മൾ ഈ പ്രേമത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ യുവാക്കളെയും യുവതികളെയാണ് പഴി പറയാറുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് 40ഉം 50ഒക്കെ കഴിഞ്ഞ ആളുകൾ ഇതുപോലെയുള്ള ഫിത്നകളിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന കൗതുകകരമായ ദുഃഖകരമായ കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പലപ്പോഴും കാരണം എന്താണെന്നറിയോ? ഈ പഴയ കാലത്ത് 10ഉം 20ഉം 25ഉം വർഷങ്ങൾക്ക് മുമ്പ് അവര് ഹൈസ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ PG പഠിച്ച ആളുകളുണ്ടാവും. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും, എന്നിട്ടൊരു ഗെറ്റ് ടുഗദർ ഉണ്ടാക്കും. ഓൾഡ് സ്റ്റുഡൻസിന്റെ ഒരു ഇതിൽ പല ആളുകളും അത്തരത്തിലുള്ള ഗെറ്റ് ടുഗദറിൽ പങ്കെടുത്തിട്ടാവും. തെറ്റാണെന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. പക്ഷെ അത് ഏത് രീതിയിൽ ഫിത്നയിലേക്ക് നമ്മൾ നയിച്ചു കൊണ്ടുപോകുന്നുള്ളതാണ്. പല ആളുകളും വന്നിട്ട് സങ്കടം പറയാറുണ്ട്. എന്തറിയോ? ഇപ്പൊ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പം ഗ്രൂപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തപ്പും. പഴയ സുലോചന അവിടെ ഉണ്ടോ, പഴയ ശാരദ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ പഴയ മോഹൻ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ പഴയ അഹമ്മദ് കുട്ടി അവിടെ ഉണ്ടോ, ഇങ്ങനെ തപ്പും. ഇതിപ്പോ ആ കാലഘട്ടത്തിൽ ബുദ്ധിയില്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് ജീവിതത്തിൽ പക്വത വരുമ്പോൾ അതൊക്കെ മറന്നിട്ടുണ്ടാവും. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടാവും. ജോലിയായി, വിവാഹമായി, മക്കളായി, പ്രാരാബ്ദങ്ങളായി, എല്ലാം. ഇത് എങ്ങനെ പ്രാരാബ്ദങ്ങളും ജോലിയും മക്കളൊക്കെ ആയി ഏകദേശം സെറ്റിൽ ആവുമ്പോഴാണ് പഴയ കാമുകിനെ പേഴ്സണൽ നമ്പർ ഇട്ട ഒരു ഹായിൽ തുടങ്ങി അവസാനം ചാറ്റിങ്ങിലൂടെ രണ്ട് കുടുംബങ്ങൾ ദാരുണമായി തകർന്ന സംഭവങ്ങൾ എത്രയോ നമ്മുടെ ഉമ്മത്തിനിടയിലുണ്ട്. ചെറിയ വിഷയമൊന്നല്ലത്, ചെറിയ വിഷയം. എത്രയോ ആളുകളുടെ കുടുംബം തകർന്നിരിക്കുന്നു. ഹറാമായ ഹുബ്ബുകൾ എക്കാലത്തേക്കാളേറെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഇനി ചെറുപ്പക്കാർക്കാണെങ്കിലോ, പണ്ടൊക്കെ ഒരു പ്രേമം പൊട്ടിമുളക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഒരു എഴുത്ത് കൈമാറണമെങ്കിൽ കുറേ വേർക്കണം, കുറേ അതിനുള്ള അവസരം. ഇങ്ങനെ എന്താ അവൻ അവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കണം അത് പറയാൻ വേണ്ടിയിട്ട്. മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ കാത്തിരിക്കണം. എന്നിട്ടാണ് ഒരു കത്ത് കൈമാറാ. അതെങ്ങാനും ഏതെങ്കിലും ടീച്ചറുടെ കണ്ണിൽ പെട്ടാൽ പോയി കാര്യം. ഇന്നതൊന്നല്ലല്ലോ, ഇന്നതൊന്നുമല്ല. കോളേജിൽ അല്ലെങ്കിൽ ക്യാമ്പസിലെത്തി ഒന്നാമത്തെ ദിവസം ഒരു പെൺകുട്ടിയെ കാണാൻ, ആ പെൺകുട്ടിയുടെ പേര് മാത്രം അറിഞ്ഞാൽ മതി. വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും തപ്പാണ്. എന്നിട്ട് ആ പെൺകുട്ടിയുടെ പ്രൊഫൈല് തപ്പിയെടുത്ത് അവളുടെ വീട് എവിടെയാണ്, അവൾ എവിടെയാണ് പഠിച്ചത്, അവളുടെ ഹോബികൾ എന്തൊക്കെയാണ്, അവളുടെ പോസ്റ്റുകൾ എന്തൊക്കെയാണ്, ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഫ്രണ്ട്സ് ആരൊക്കെയാണ് എന്നൊക്കെ വളരെ കൃത്യമായി തപ്പിയെടുത്ത് മുഴുവൻ സ്കാൻ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് സുലഭമാണ്.
യാതൊരു തടസ്സമില്ല അതിനൊന്നും. അവസാനം ഈ പറഞ്ഞ പോലെ ഒരു ഹായിൽ തുടങ്ങി, ഒരു ഹലോയിൽ തുടങ്ങി, അവസാനം അത് പ്രണയമായി, അത് പടർന്ന് പന്തലിച്ച് പഠനം നഷ്ടപ്പെട്ട്, ദീന് നഷ്ടപ്പെട്ട്, പടച്ചോന്റെ ശാപം നേടി, റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ നിന്നും ഇത്തിബായിൽ നിന്നും വിട്ടുപോയി സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന എത്ര ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്നും അറബി കോളേജുകൾ പോലും ഒഴിവല്ല. അറബി കോളേജുകൾ പോലും ഇത്തരത്തിലുള്ള ഫിത്നകളിൽ നിന്ന് ഒഴിവല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞ രണ്ടാമത്തെ തരത്തിലുള്ള ഹുബ്ബുൽ ഹറാം. ഈ ഹുബ്ബുൽ ഹറാം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം പുഷ്കലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഈ രണ്ട് ഇഷ്ടങ്ങളും വൃത്തികെട്ട ഇഷ്ടങ്ങളാണ്. ഈ രണ്ട് ഇഷ്ടങ്ങളും ഹീനമായ നീചമായ ഇഷ്ടങ്ങളാണ്.